بسم الله الرحمن الرحيم. يا أيها النبي إنا أحللنا لك أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1455 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുന്ന وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവികമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ. തൊട്ടു മുമ്പ് ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തിൽ അതിന്റെ മുമ്പ് നടന്ന ചർച്ചയുമായിട്ട് വേണ്ടത്ര ബന്ധമില്ലാത്ത, ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ഈ 50-ാമത്തെ ആയത്തുമായും നേരിട്ട് ബന്ധമില്ലാത്ത ഒരു വിഷയമാണ് പരാമർശിക്കപ്പെട്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിട്ടുണ്ടായത്. അത് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. നിങ്ങൾ ആരെങ്കിലും നിക്കാഹ് ചെയ്യുകയും എന്നിട്ട് അവരുമായി ഒരുമിച്ചുള്ള ജീവിതം ആരംഭിക്കുന്നതിന്റെ മുമ്പായി തന്നെ ആ ബന്ധം പിരിയുകയും ചെയ്യുകയാണെങ്കിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട്
ആണ് ബന്ധം പിരിയുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇദ്ദ ആചരിക്കുക എന്നൊരു ഉത്തരവാദിത്വം അവർക്കുണ്ടാവുകയില്ല. അവർക്ക് നിങ്ങൾ മത്താഴ് നൽകുകയും വളരെ ഭംഗിയായ വിധത്തില് നല്ല നിലക്ക് അവരെ പിരിച്ചയക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തിൽ അടങ്ങിയിട്ടുള്ള അതിന്റെ ഉള്ളടക്കം. എന്നാൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരായത്താണ് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ളത്. ഇതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവിധ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു വെളിപ്പെടുത്തലാണ്. സമകാലികരായ ആളുകളും പിൽക്കാലത്ത് എല്ലാ തലമുറകളിലും പെട്ട ഇസ്ലാം വിമർശകരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു മേഖലയാണിത്. അവരുന്നയിച്ചുകൊണ്ടിരുന്ന, ഇനിയും ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയുള്ള നാളുകളിലും എല്ലാ തലമുറകളിലുമായി പലരും ഉന്നയിക്കാനിടയുള്ള വിഷയങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി വായിച്ച് മനസ്സിലാക്കൽ വളരെ അനിവാര്യമായ ഒരു ആയത്താണിത്. ഒരുപാട് സങ്കീർണമായ, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപകര് ഉന്നയിക്കാറുണ്ട്. അത്തരം വിഷയങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും തൃപ്തികരമായ, ഏറ്റവും വ്യക്തതയുള്ള ഒരു മറുപടിയാണ് ഈ ആയത്തിൽ അള്ളാഹു നൽകുന്നത്. ഈ ആയത്ത് സൂക്ഷ്മമായി പഠിക്കുന്നതോടെ അത്തരം ആശയക്കുഴപ്പങ്ങളും അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളുമൊക്കെ തന്നെ പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങും. ആ വിധത്തിൽ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും വിശദാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും വേണം ഈ ആയത്ത് പഠന വിധേയമാക്കാൻ. ഞാൻ ഇന്ന് പ്രാഥമികമായി, സാമാന്യം ദൈർഘ്യമുള്ള ഒരു ആയത്താണിത്, പ്രാഥമികമായി ഈ ആയത്തിന്റെ വാക്കുകൾ നൽകുന്ന സൂചനകൾ, അതിന്റെ പ്രാഥമികമായ അർത്ഥം നിങ്ങളുമായി പങ്കുവെക്കാം. വിശദാംശങ്ങൾ സാധിക്കുന്നതൊക്കെയും ഇന്ന് പങ്കുവെക്കാം, ബാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യാം. യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, ഇന്ന അഹ്ലൽന ലക, നാം നിശ്ചയമായിട്ടും താങ്കൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു, ഹലാലാക്കി തന്നിരിക്കുന്നു. അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുന്ന, താങ്കള് വിവാഹമൂല്യം നൽകിക്കൊണ്ട് ഇണയാക്കിയിട്ടുള്ള സ്ത്രീകളെ താങ്കൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരായി സ്വീകരിച്ചിട്ടുള്ള ആളുകളൊക്കെയും തന്നെ അള്ളാഹു അദ്ദേഹത്തിന് ഹലാലാക്കി കൊടുത്ത ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ബന്ധങ്ങളാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളിൽ എന്തെങ്കിലും വിധത്തിലുള്ള അസാൻമാർഗികതയുള്ളതായി കാണുന്നില്ല. അള്ളാഹു ആ വിവാഹങ്ങളെയൊക്കെ തന്നെ ഹലാലായ വിവാഹമായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നാം താങ്കൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു, അനുവദനീയമാക്കി തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അസ്വാജകല്ലാത്തി ആതൈത ഉജൂറഹുന്ന, താങ്കൾ വിവാഹമൂല്യം നൽകിക്കൊണ്ട് ഇണകളായി സ്വീകരിച്ചിട്ടുള്ള താങ്കളുടെ പത്നിമാരുണ്ടല്ലോ, അവരൊക്കെയും തന്നെ താങ്കൾക്ക് അനുവദനീയമായ ഇണകളാണ്. അത് അംഗീകാരം നൽകുന്നത് ഒന്നാമതായി അള്ളാഹു തന്നെയാണ്. അള്ളാഹു അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായത്. അള്ളാഹു അംഗീകരിക്കാത്തൊരു ബന്ധം മാലോകര് മുഴുവനും അംഗീകരിച്ചത് കൊണ്ടും ഹലാലാവുന്നില്ല.
അള്ളാഹുവിന്റെ അംഗീകാരമാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായത് എന്നതിനാൽ തന്നെയാണ് ആര് എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും അതിനൊന്നും നിലനിൽപ്പില്ലാതാവുന്നത് അള്ളാഹു അക്കാര്യത്തില് വ്യക്തമായ അംഗീകാരം നൽകിക്കൊണ്ടുള്ള ഈ പ്രസ്താവന നടത്തുക മുഖേനയാണ്. ഒന്നാമതായിട്ട് ഇത് സത്യവിശ്വാസികൾക്ക് ഏറെ തൃപ്തികരമായ, അള്ളാഹുവിന്റെ പ്രവാചകന് ഏറെ ആശ്വാസകരമായ ഒരു ദൈവിക വെളിപ്പെടുത്തലാണ്. ഇന്ന അഹ്ലൽ നാലക്ക അസ്വാജക്ക, താങ്കളുടെ പത്നിമാരൊക്കെ തന്നെയും നാം താങ്കൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു. അല്ലാത്തി ആത്തയിത്ത ഉജൂറഹുന്ന, ഈ പത്നിമാരില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യം പങ്കിട്ടിരുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലെ ഒരു വിഭാഗത്തെ പ്രത്യേകമായിട്ട് അള്ളാഹു സിംഗിൾ ഔട്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറയുകയാണ്. ഒരു കാറ്റഗറി, അതെന്താണ്? അല്ലാത്തി ആത്തയിത്ത ഉജൂറഹുന്ന, അവർക്കുള്ള വിവാഹ സമ്മാനങ്ങൾ താങ്കൾ അവർക്ക് നൽകിയിട്ടുണ്ട്, അങ്ങനെയുള്ള താങ്കളുടെ പത്നിമാർ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അസ്വാജക് എന്നിവിടെ പറയുന്നതില് എല്ലാ അസ്വാജിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഈ ആയത്തിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട അസ്വാജിനെയാണ്. ആരാണത്? അല്ലാത്തി ആത്തയിത്ത് ഉജൂറഹുന്ന, താങ്കൾ അജറ് കൊടുത്ത്, താങ്കൾ വിവാഹമൂല്യം നൽകിക്കൊണ്ട്, മഹർ കൊടുത്തുകൊണ്ട് ഇണകളായി സ്വീകരിച്ചിട്ടുള്ള സ്ത്രീകൾ, അവരെ താങ്കൾക്ക് നാം അനുവദനീയമാക്കി തന്നിരിക്കുന്നു. അതിൽ പരിമിതല്ല ഈ അനുവാദം. തുടർന്ന് വേറെയും ചില അനുവാദങ്ങൾ അള്ളാഹു പരാമർശിക്കുകയാണ്. വമാ മലക്കത്ത് യമീനുക മിമ്മ അഫാ അല്ലാഹു അലൈക, രണ്ടാമത്തെ കാറ്റഗറിയെ അള്ളാഹു പരാമർശിക്കുകയാണ്. ഒന്നാമത്തത് താങ്കള് വിവാഹമൂല്യം നൽകിക്കൊണ്ട്, മഹർ നൽകിക്കൊണ്ട് വിവാഹം ചെയ്തിട്ടുള്ള താങ്കളുടെ ഇണകൾ, അവര് താങ്കൾക്ക് നിശ്ചയമായിട്ടും അനുവദനീയമാണ്. തുടർന്ന് പറയുന്നത് വമാ മലക്കത്ത് യമീനുക, താങ്കളുടെ വലത് കൈ ഉടമപ്പെടുത്തിയവരുണ്ടല്ലോ, മിമ്മ അഫാ അല്ലാഹു അലൈക, താങ്കൾക്ക് അള്ളാഹു നൽകിയ അവരുടെ കൂട്ടത്തില് താങ്കളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ, അവരും താങ്കൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദാമ്പത്യ ബന്ധം ഉണ്ടാകുന്നതിന് അനുവാദമുള്ളവരായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ വിഷയങ്ങളില് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥപ്പെടുത്തുന്ന ആശയങ്ങളോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ഒന്നും വേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണിത്. താങ്കളുടെ മഹർ കൊടുത്ത് വിവാഹം ചെയ്ത താങ്കളുടെ പത്നിമാരെ താങ്കൾക്ക് നാം അനുവദനീയമാക്കി തന്നിട്ടുണ്ട്. ഈ ആയത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 5 പത്നിമാരാണുള്ളത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അഹ്സാബ് യുദ്ധത്തിനെയും ബനൂ ഖുറൈള ഉപരോധത്തെയും ഒക്കെ തുടർന്നുള്ള ഘട്ടത്തില് അള്ളാഹുവിന്റെ സമാവിയായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ പത്നിയായിട്ട് സ്വീകരിക്കുന്നത്. അള്ളാഹുവാണ് ജവ്വജ്നാകഹ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ വിവാഹം ചെയ്തു കൊടുത്തത് നമ്മൾ ഈ സൂറത്തിന്റെ പിന്നിട്ട ഭാഗത്ത് കാണുകയുണ്ടായത്. ആ ഘട്ടത്തിലെ 4 ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ 5ാമത്തെ പത്നിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ 5 പത്നിമാരെയും പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു താങ്കൾ അജറ് കൊടുത്തുകൊണ്ട്, വിവാഹമൂല്യം നൽകിക്കൊണ്ട് ഇണകളായി സ്വീകരിച്ചിരിക്കുന്ന ഇവരൊക്കെയും തന്നെ താങ്കൾക്ക് അനുവദനീയമാണ്, നാം അവരെ താങ്കൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തുടർന്ന് പറയുന്നത് വമാ മലക്കത്ത് യമീനുക, താങ്കളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ ചിലരുണ്ട്. മിമ്മ അഫാ അല്ലാഹു അലൈക,
അള്ളാഹു താങ്കൾക്കായി നൽകിയിട്ടുള്ള, താങ്കളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള താങ്കളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ ചില സ്ത്രീകൾ, അവരെയും താങ്കൾക്ക് നാം ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് ആ തുടക്കത്തിലെ പ്രസ്താവനയിലേക്ക് ചേർത്ത് പറയുകയാണത്. അവിടെ ചേർക്കുന്ന ആൻഡ് എന്ന വാക്കാണ് വ എന്നത്. വ മാ മലക്കത്ത് യമീനുക മിമ്മ അഫ അള്ളാഹ്. അപ്പോ അള്ളാഹു താങ്കൾക്കായി നൽകിയിട്ടുള്ളവരിൽ താങ്കള് വലത് കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾ. വലത് കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾ എന്നത് ഒന്നുകിൽ അടിമകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വന്നിട്ടുള്ള, അദ്ദേഹത്തിന്റെ വിഹിതമായിട്ടുള്ള സ്ത്രീകൾ, അതല്ലെങ്കിൽ യുദ്ധത്തടവുകാരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിലേക്ക് വന്നിട്ടുള്ള സ്ത്രീകൾ. ഈ വിഭാഗത്തിനെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത ഒരു ചുമതല എന്നുള്ള നിലക്കാണ് വലത് കൈ ഉടമപ്പെടുത്തിയിട്ടുള്ളത് എന്ന പ്രയോഗം ഖുർആൻ നടത്തുന്നത്. വലത് കൈ ആരുടെ ഉടമസ്ഥതയിലാണോ ഈ ആളുകൾ എത്തുന്നത് അവരുടെ വലത് കൈയിനെയാണ് പരാമർശിക്കുന്നത്. അപ്പുറത്തൊരു വലത് കൈ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതൊരു ഉടമ്പടിയാണ്. വിവാഹം പോലെ തന്നെ വരൻ വധുവിന്റെ പിതാവിന് വലത് കൈ കൊടുത്തുകൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു ഉടമ്പടിയാണല്ലോ വിവാഹം എന്ന് പറയുന്നത്. ബൈഅത്തു റിദ്വാൻ പോലെയുള്ള സംഭവങ്ങളൊക്കെയും നമുക്കറിയുന്ന കാര്യമാണ്. അതിലൊക്കെ തന്നെ വലത് കൈ കൊടുത്തുകൊണ്ട്, വലത് കൈ രണ്ട് ഭാഗത്തുനിന്നും നീട്ടിക്കൊണ്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ഒരു സംഗതിയാണത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ വിശ്വാസികളുടെയും പലരുടെയും ഉടമസ്ഥതയിൽ ഇങ്ങനെ യുദ്ധത്തടവുകാര് ഒക്കെ എത്തുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും അങ്ങനെ ചുമതലപ്പെടുത്തപ്പെട്ട ആളുകൾക്കുള്ളതാണ്. വിവാഹം പോലെയുള്ള വളരെ പാവനമായ ഒരു ഉടമ്പടിയും ഒരു ഉത്തരവാദിത്വവും ചുമതല ഏൽപ്പിക്കലുമാണ് ഇസ്ലാമില് ഈ ഒരു സംഗതി. യൂറോപ്യർ അതിനെ പരിഹസിച്ചുകൊണ്ട് സെക്സ് സ്ലേവ്സ് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അവര് പറയുന്നതല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം. അള്ളാഹുവാണ് ഈ കാര്യങ്ങളിൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും വ്യക്തത തരുന്നത് പോലെ ഈ കാര്യങ്ങളിലും ശരിയേത് തെറ്റേത് എന്ന കാര്യം നിശ്ചയിച്ച് തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് താങ്കൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു. താങ്കള് വിവാഹമൂല്യം നൽകി ഇണകളായി സ്വീകരിച്ച പത്നിമാരെ. ഇനി രണ്ടാമത്തെ കാറ്റഗറി പറയുന്നത് വമാ മലക്കത്ത് യമീനുക, താങ്കളുടെ ഉടമസ്ഥതയില് വന്നിട്ടുള്ള സ്ത്രീകൾ. മിമ്മ അഫ അള്ളാഹു അലൈക, താങ്കളിലേക്ക് അള്ളാഹു എത്തിച്ചു തന്ന, നൽകിയിട്ടുള്ള അവരുടെ കൂട്ടത്തില് താങ്കൾ വ്യക്തിപരമായി വലത് കൈയിൽ ഉടമപ്പെടുത്തിയിട്ടുള്ളവർ. യുദ്ധത്തടവുകാരികളായിട്ട് പിടിക്കപ്പെടുന്നവരെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമതല ഏൽക്കാറില്ല. വിശ്വാസികളിൽ പലരെയുമായിട്ടാണ് അവരുടെ ചുമതല ഏൽപ്പിക്കാറുള്ളത്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്വം ഉള്ളത് എന്നതൊക്കെ പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ആവശ്യമുള്ള കാര്യങ്ങള് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതും ഞാൻ വിശദമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടമസ്ഥതയിൽ വന്നിട്ടുള്ള, ഒന്നുകിൽ അടിമകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടമസ്ഥതയിൽ വന്നിട്ടുള്ളവർ, അതല്ലെങ്കിൽ യുദ്ധത്തില് ക്യാപ്റ്റീവ്സ് ആയി പിടിക്കപ്പെട്ടതിന് ശേഷം അവരുടെ ചുമതല പലരെയും ഏൽപ്പിക്കുന്ന പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറ്റെടുത്ത ചില ആളുകളുണ്ട്. അവരുടെ കാര്യത്തിലാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത്. വമാ മലക്കത്ത് യമീനുക. അത് ആർക്കും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവേണ്ടതില്ല. വിവാഹം പോലെ തന്നെ പാവനമായ ഒരു ചുമതല ഏൽക്കലാണത്. അതുകൊണ്ടാണ് വമാ മലക്കത്ത് യമീനുക എന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അടിമകൾ എന്നുള്ള പ്രയോഗമൊന്നുമല്ല.
അങ്ങനെ അവരെ നിസ്സാരരാക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ അപമാനിതരാക്കുന്ന വിധത്തിലോ ഉള്ള പ്രയോഗം അല്ല ഖുർആൻ അത് സംബന്ധമായിട്ട് നടത്തിയിട്ടുള്ളത്. മറിച്ച് വിവാഹത്തിലൂടെ ഒരു സ്ത്രീ ഏത് വിധത്തിലാണോ ഒരു പുരുഷന്റെ ചുമതലയിൽ എത്തുന്നത്, അതുപോലെയുള്ള മറ്റൊരു ചുമതല ഏൽപ്പിക്കലാണ് ഈ മാമലക്കത്ത് യമീനുക്ക എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. അപ്പോ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആരെയാണോ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് അവര് കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണം, അവര് ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം, അവര് താമസിക്കുന്ന പോലെയുള്ള പാർപ്പിടം, ഇതൊക്കെ ഇവർക്കും നൽകപ്പെടേണ്ടതുണ്ട്. അവരുടെ കാര്യത്തിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇവർക്ക് നൽകാൻ അല്ലെങ്കിൽ നിർവഹിക്കാൻ ചുമതലയുള്ള ആളുകളാണ് ഇങ്ങനെ വലത് കൈയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള, അതിന് ചുമതല ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇവിടെ അള്ളാഹു പറയുന്നത്, താങ്കളുടെ വലത് കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള, അള്ളാഹു നൽകിയ അവരുടെ കൂട്ടത്തിൽ താങ്കളുടെ വലത് കൈയിൽ പ്രത്യേകമായി ഉടമപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരുണ്ടല്ലോ, അവരും താങ്കൾക്ക് അനുവദനീയമാണ്. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറിയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നൽകാം. ഈ ആയത്തിന്റെ നേർക്കുനേരെയുള്ള പ്രാഥമികമായ അർത്ഥം വിശദീകരിച്ചതിന് ശേഷം അതിലേക്ക് നീങ്ങാം. അപ്പൊ ബനാത്തി അമ്മിക്ക, താങ്കളുടെ പിതൃ സഹോദരന്റെ പുത്രിമാര്. ബനാത്തി അമ്മാത്തിക്ക, താങ്കളുടെ പിതൃ സഹോദരിമാരുടെ പുത്രിമാര്. അമ്മ എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരനാണ്, മൂത്താപ്പ എളാപ്പ പോലെയുള്ള സംഗതികൾ. അമ്മത്ത് എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരിയാണ്. നമ്മൾ അമ്മായി എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. ഈ അമ്മായി എന്നതും അമ്മാവൻ എന്നതും ഒക്കെ മലയാള ഭാഷയിലേക്ക് വന്നിട്ടുള്ളത് അറബിയിലെ ഈ അമ്മത്ത് എന്നീ പദങ്ങളിൽ നിന്നാണ് എന്നത് അതിന്റെ എറ്റിമോളജി ട്രേസ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പിതൃ സഹോദരനും പിതൃ സഹോദരിയും അവരുടെ പുത്രിമാരും. ഇപ്പൊ ബനാത്തി ഖാലിക്ക, താങ്കളുടെ മാതൃ സഹോദരിയുടെ പുത്രിമാർ, മാതൃ സഹോദരന്റെ പുത്രിമാർ. ഇപ്പൊ ബനാത്തി ഖാലാത്തിക്ക, മാതൃ സഹോദരിമാരുടെ പുത്രിമാർ. അപ്പൊ മാതാവിന്റെ സഹോദരൻ സഹോദരി, അവരുടെ പുത്രിമാര്. അല്ലാത്തി ഹാജർന മാക്ക, താങ്കളോടൊപ്പം ഹിജറ ചെയ്ത, അള്ളാഹുവിന്റെ മാർഗത്തില് പലായനം ചെയ്ത സ്ത്രീകളുണ്ടല്ലോ, ആരൊക്കെയാണ്? താങ്കളുടെ മാതാവിന്റെ അതുപോലെ പിതാവിന്റെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ പുത്രിമാരും. അവരെ താങ്കൾക്ക് വിവാഹബന്ധത്തിനായിട്ട് നാം അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ ചേർത്ത് പറയുന്നതിന്റെ സൂചന. ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ കണ്ടു, രണ്ടാമത്തത് മനസ്സിലാക്കി. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ ചെയ്ത എന്ന പ്രയോഗം യഥാർത്ഥത്തില് അതിന്റെ ഒരു വ്യാപ്തിയുള്ള അർത്ഥത്തിലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പലായനം ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമാണല്ലോ, അത് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് പ്രകാരം അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തില് പലായനം ചെയ്ത, നാട് വിട്ടുപോയ ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. അത് നബിയോടൊപ്പം തന്നെ അതേ ദിവസം ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ട് പലായനം ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ സ്ത്രീകൾ ആരും ഉണ്ടായിട്ടില്ല. അപ്പോ കാര്യങ്ങൾ വ്യക്തമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്ത താങ്കളുടെ പിതൃ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുണ്ട്. താങ്കളുടെ മാതൃ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പെൺമക്കൾ ഉണ്ടാവാം. ഇവരൊക്കെയും താങ്കൾക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി പറയുന്നത് വംറഅതൻ, ഒരു സ്ത്രീ, മുഅ്മിനതൻ, വിശ്വാസിനിയായ ഒരാള്. ഇം വഹബത്ത് നഫ്സഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വയം നൽകുകയാണ്. പ്രവാചകരെ, ഞാൻ എന്നെ തന്നെ താങ്കൾക്ക് വിവാഹത്തിന് വേണ്ടി തരികയാണ്, എന്നെ താങ്കൾക്ക് ഇഷ്ടമെങ്കിൽ വിവാഹം ചെയ്യാവുന്നതാണ് എന്ന നിലയ്ക്ക് നബിയുടെ അടുക്കൽ വന്ന് പറയുന്ന സ്ത്രീകള്.
അവരെയും താങ്കൾക്ക് നാം അനുവദിച്ചിരിക്കുന്നു. ഇം വഹബത്ത് നഫ്സഹ ലിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വയം സമർപ്പിച്ച സ്ത്രീകൾ വിശ്വാസിനികളുടെ കൂട്ടത്തിൽ, ഇൻ അറാദ നബിയു അൻ യസ്തൻകിഹഹ, അവളെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അനുമതി ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, താങ്കൾക്ക് മാത്രമുള്ളതാണ്, വിശ്വാസികൾക്ക് ഈ അനുവാദമില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസമാർഗത്തില് പലായനം ചെയ്ത് പുറത്തുപോയിട്ടുള്ള ഈ കസിൻസ്, മാതൃ സഹോദര സഹോദരിമാരുടെയോ എതിർ സഹോദര സഹോദരിമാരുടെയോ ഒക്കെ പുത്രിമാര്, അതുപോലെ നബിക്ക് സ്വയം സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സന്നദ്ധരായി വരുന്ന വിശ്വാസിനികൾ, ഇവരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ഇതില് ആദ്യത്തെ കാറ്റഗറി തൽക്കാലം നമ്മൾ മാറ്റിവെക്കുക, അത് പിന്നീട് വിശദാംശങ്ങൾ പറയുമ്പോൾ വ്യക്തമാവും. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വയം സമർപ്പിച്ചവരായ വിശ്വാസിനികൾ, അവരെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും അദ്ദേഹത്തിന് അനുവാദമുള്ളതാണ്. എന്നാൽ ഈ അനുവാദം വിശ്വാസികൾക്കില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഖദ് അലിംന, നിശ്ചയമായിട്ടും നാം അറിയുന്നുണ്ട്, നമുക്ക് അറിവുള്ളതാണ്, നമ്മുടെ അറിവിൽപ്പെട്ടത് തന്നെയാണ്. മാ ഫറദ്ന അലൈഹിം ഫി അസ്വാജിഹിം വമാ മലക്കത്ത് ഐമാനുഹും, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പത്നിമാരുടെ, അവരുടെ ഇണകളുടെ കാര്യത്തിലും അവരുടെ വലതു കൈ ഉടമപ്പെടുത്തിയവരുടെ കാര്യത്തിലും ഒക്കെയുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് നിർബന്ധമായും പാലിക്കേണ്ട, കണിശമായി പിന്തുടരേണ്ട നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ എന്തൊക്കെയാണ് എന്നത് നമുക്ക് അറിവുള്ളതാണ്. അതിനി പ്രത്യേകം ഇവിടെ പറയേണ്ടതില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസികളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഈ ഇളവ് ബാധകമല്ല. അവരുടെ കാര്യത്തിലുള്ള നിയമവും വ്യവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണല്ലോ എന്നാണ് പറയുന്നത്. ഖദ് അലിംന മാ ഫറദ്ന അലൈഹിം ഫി അസ്വാജിഹിം, തങ്ങളുടെ പത്നിമാരുടെ കാര്യത്തിലും അതുപോലെ വമാ മലക്കത്ത് ഐമാനുഹും, അവരുടെ വലതു കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള വിഭാഗം ആളുകളുടെ കാര്യത്തിലും എന്തൊക്കെയാണ് അള്ളാഹു ഫറലാക്കിയിട്ടുള്ളത്, വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത് എന്നതൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വിശ്വാസികളുടെ കാര്യത്തില് ബാധകമായ ഒരു കാര്യമല്ല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മാത്രം ആണ് ഈ അനുമതിയുള്ളത് എന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. ലിഖൈല, എന്നിട്ട് എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു അനുമതി, ഈ ഇളവ്, ഉദാരമായ ഒരു നിയമം, സത്യവിശ്വാസികൾക്കൊന്നും ബാധകമല്ലാത്ത വളരെ ഉദാരമായ വ്യത്യസ്തമായ ഒരു നിയമം, ഒരു ഇളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്നതാണ് തുടർന്ന് പറയുന്നത്. ലിഖൈല യകൂന അലൈക ഹറജുൻ, താങ്കൾക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പലരും തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയാസക്തി കാരണമായിട്ട് അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഇളവുകൾ നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ തന്നെ ഒരു നിയമവും വ്യവസ്ഥയും ഒക്കെ വിവാഹ സംബന്ധമായിട്ട് നൽകിയിട്ടുള്ളത് എന്നത് വളരെ മൂഢമായ, വളരെ അബദ്ധജടിലമായ ഒരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കുക എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനുള്ള നിർദ്ദേശങ്ങളാണല്ലോ ഇത്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു ഇക്കാര്യം പറയുന്നത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
നടപടികളും ഇത് സംബന്ധമായിട്ടുള്ള കർമ്മരീതികളും ഒക്കെ ഒന്ന് വിലയിരുത്തിയാൽ വളരെ എളുപ്പത്തിൽ ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം നമുക്ക് അറിവുള്ളതാണ്. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം ചെയ്യുന്നത് 40 വയസ്സ് പിന്നിട്ട ഒരു സ്ത്രീയെയാണ്. അവർക്ക് ആ ഘട്ടത്തിൽ തന്നെ മക്കളുണ്ട്. 2 വിവാഹങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. അതില് ഉള്ള മക്കള് അവർക്കുണ്ട്. അത്രയും സീനിയർ ആയ ഒരാളെയാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി യുവാവ് എന്ന നിലക്ക് വിവാഹം ചെയ്യുന്നത്. അവരുടെ മരണശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത് സൗദ റളിയല്ലാഹു അൻഹ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന വളരെ വൃദ്ധയായ ഒരു സ്ത്രീയെയാണ്. അവര് മാത്രം പത്നിയായിട്ട് 4 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം പിന്നീടാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ നേരത്തെ മക്കയിൽ വെച്ച് തന്നെ നിക്കാഹ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും മദീനയിൽ എത്തി 1 വർഷം പിന്നിട്ടതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവര് വരുന്നത്. ആ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ പിന്നീട് 55 വയസ്സ് പിന്നിട്ട ഘട്ടത്തിലാണ് വേറെ ഇവിടെ പരാമർശിക്കപ്പെടുന്ന മിക്ക വിവാഹങ്ങളും നടക്കുന്നത്. അപ്പൊ യൗവനത്തിലും മധ്യവയസ്കനായിരിക്കുന്ന ഘട്ടത്തിലൊന്നും ഇല്ലാത്തൊരു ലൈംഗികതയും ആസക്തിയും ഒക്കെ പ്രായം കൂടിയ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവാഹങ്ങളൊക്കെ അനുവദിച്ചത് എന്ന് ആരെങ്കിലും സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ അറിയാത്തവരും അവന്റെ ദൂതനെ അറിയാത്തവരും അള്ളാഹുവിന്റെ ദൂതൻ നിർവഹിച്ച ദൗത്യം എന്തെന്ന് മനസ്സിലാക്കാത്തവരും മാത്രമായിരിക്കും. അപ്പോ ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്, ആയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് യാതൊരു വിധത്തിലുമുള്ള പ്രയാസം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു നിലക്കുമുള്ള ഹെറജ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ അനുവാദങ്ങളും ഇളവുകളും നൽകിയിരിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. തുടർന്ന് പറയുന്നത് അള്ളാഹു തീർച്ചയായിട്ടും പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്നാണ്. ഏത് ഇളവുകളുടെയും അനുവാദങ്ങളുടെയും നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോ അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും കൂടി പരാമർശിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ സ്ഖലിതങ്ങളും വീഴ്ചകളും തികവില്ലായ്കയും പോരായ്കയും ഒക്കെ ഉണ്ടാവാം. അത് പരിഗണിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ഉദാരതയും വിശാലതയും കാണിക്കുന്ന പ്രയോഗങ്ങളാണ്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയ ആയത്തില് എത്ര കാറ്റഗറി റിലേഷൻഷിപ്പാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അനുവാദമുള്ളതാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ഒന്ന്, അജറ് നൽകിക്കൊണ്ട് അദ്ദേഹം വിവാഹം ചെയ്ത അദ്ദേഹത്തിന്റെ പത്നിമാര്. രണ്ടാമത്തത്, വലതു കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ. മൂന്നാമത്തത്, പിതൃ സഹോദരി സഹോദരന്മാരുടെ പുത്രിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പലായനം ചെയ്ത കൂട്ടര്. നാലാമത്തെ വിഭാഗമാണത്. അപ്പോ പിന്നെ പരാമർശിക്കുന്നത് സ്വയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമർപ്പിക്കാൻ സന്നദ്ധരായി വരുന്ന മുഅ്മിനത്തുകൾ, വിശ്വാസിനികൾ. ആറാമത്തത്, ഈ 5 വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ പത്നിമാരായി സ്വീകരിക്കാനും അവരുമായി ദാമ്പത്യം ഉണ്ടാകാനും താങ്കൾക്ക് അനുവാദമുണ്ട്. അത് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. അതില് ആർക്കും ഒരു ആശങ്കയോ സംശയമോ സന്ദേഹമോ ഒന്നും ആവശ്യമില്ല എന്നതാണ് ഈ ആയത്ത് വെളിപ്പെടുത്തുന്ന കാര്യം. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ കാറ്റഗറിയിലെയും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത ദിവസങ്ങൾ ഒന്നോ വേണ്ടിവരികയാണെങ്കിൽ 2 ദിവസങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിക്കാം എന്ന് കരുതുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.